കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടന് എതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്നതാ നല്ലത്. അവരെ കാണുന്നില്ലല്ലോ. 10:30 മണിക്ക് വരാന്ന് പറഞ്ഞ 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതിനെന്താ, ചേട്ടൻ ഇവിടെ കുളിക്കാലോ. വരുമെന്ന് പറഞ്ഞിരുന്നു. വരൂ വരൂ. ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. ഇത്ര നേരം കാത്തിരുന്നു. ഇരിക്കൂ. രവീന്ദ്രനാഥ് മിസ്സിസ് ആണല്ലേ? അതെ ചേട്ടാ, ദേ കാശിന്റെ ആൾക്കാർ വന്നു. ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, നിങ്ങൾ ഷേവ് ചെയ്യുമ്പോ പുരികം പൊരിക്കല്ലോ. അത് തലയിൽ കൂടെ തൈരും കൂടെ ധൃതി തേച്ചപ്പോ എല്ലായിടത്തോടെ ആയിപ്പോയി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പോ ലേറ്റ്. ഇല്ല, നമ്മൾ എത്ര രാഹുകാലത്തിന് 2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാമല്ലോ. അപ്പം നമുക്ക് ലേറ്റ് ആക്കട്ടെ, രാഹുകാലം തെറ്റിക്കാതെ. ഇതിലിപ്പത്തിന് ഒപ്പിട്ടേക്ക്. സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഇവിടെ ഇതിലൊരു 40 ഉറുപ്പിയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്. അതിന് കൊടുത്ത് നിങ്ങൾ ആവശ്യത്തിന്. സാരമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നത് അല്ലേ? ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. ഇങ്ങനൊരു നിവർത്തിയോട് വന്നതുകൊണ്ട്. പിന്നെ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് 11, അടുത്ത 21-ന്. അതല്ല, നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു, എന്നാലും പോരല്ലോ. നമ്മൾ തമ്മിലൊന്നും ഉറപ്പിക്കണ്ടേ? ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളാം. പിന്നെ നമ്മൾ പോയിട്ട് നമ്മളെ പറഞ്ഞ പോലെ. മാനേജർ സർദാർജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. 100 സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എടാ 100, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല് എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരി. നൂറേ, ഉപദ്രവിക്കല്ലേ. നമ്മളൊരു കിനാവ് കാണാണ്. പണമില്ലാത്തൊരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ. നമ്മളിൽ ഇപ്പൊ പണം ഉണ്ടല്ലോ, നമ്മളും കാണട്ടൊരു കിനാവ്. വലിയ നിധി കിട്ടിയവൻ കാണുന്നൊരു കിനാവ്. കിനാവ് കിനാവ്. വലിയ പാദുഷമാര് കാണുന്നൊരു കിനാവ്. കിനാവ് കിനാവ്. മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇനി പറഞ്ഞ പോലെ ഒന്നല്ല, ആള് ഭയങ്കര ചൂടന. എല്ലാരും ഇട്ട് ചാടിക്കുന്ന കണ്ടു. എടാ അതൊക്കെ ബാങ്കിലെ എന്നോട് വലിയ കാര്യമാണ്. നീ വാ, ഞാൻ കാണിച്ചു തരാം. ഉച്ചക്ക് ഞാൻ വരില്ല. ഇവിടെ കഴിച്ചോളാന്ന്. ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളമാക്കിട്ട് പോയിരിക്കാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാറ് പുതുതായിട്ട് വന്നാണല്ലേ? നേരത്തെ ഇരുന്ന സിംഗ് സാറിനെ എനിക്കറിയാം. സാറിന് പൂ. സാറിന്റെ പൂ എടുത്തോണ്ട് പോണോ? പൂ എനിക്ക് അലർജിയാ. സർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കടയെടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാന്ന് പറഞ്ഞു. സിംഗ് മാനേജർ. അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ. അയാൾ പോയി. ഞാൻ ആർക്കും ലോൺ കൊടുക്കാറില്ല. സാർ അങ്ങനെ പറയരുത്. 1.25 ലക്ഷം ഉറുപ്പിക ഇരട്ടി പലിശക്ക വാങ്ങിയത് ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. പിടിച്ച് പുറത്താക്കെ. സോപ്പിട്ടിട്ട് വരാം. സർ, സർ, എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷനിൽ ജി അപ്പുക്കുട്ടൻ നായർ ചേരയിലെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയിക്കോളൂ. സാർ, ഞാനൊരു മലയാളിയാണ് സാർ. അതുകൊണ്ട് തന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്. മലയാളിയിൽ നിന്ന് കേട്ടാ എനിക്ക് അലർജിയാ. സാർ, ഞാൻ ആത്മഹത്യ ചെയ്യും സാർ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ കണ്ടിട്ടാണോ? പ്ലീസ് ഗെറ്റ് ഔട്ട്. സാർ പ്ലീസ്. പിടിച്ച് പുറത്താക്കണോ? സാർ പ്ലീസ്. സാർ പറയുന്നൊക്കെ രാവിലെ ഞാൻ ഓരോരുത്തമ്മ കെട്ടിയെടുത്തോളൂ. പൂവും കായും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 ഉറുപ്പ്യന്റെ പണി
മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്ക് എന്താ ഉള്ളത്? മാമയും പോയി, മൈമനെയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നുന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ? എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഓ, എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25,000 രൂപന്റെ പാപ്പനം. നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കൊണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. പാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് അർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം പാദുഷയുടെ സ്വപ്നം കാണുന്നു. അതെന്നാ കിട്ടാനുള്ളത് കൂടെ ഇല്ലാതായി പോയത്. എടോ, എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റി പറയല്ല. അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ? പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് കെയറോഫില്? ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ലേ നമ്മൾ ഈ ഗതിയിലായത്? നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കില് ഞാൻ മോഷണം തുടങ്ങും. മോഷണോ എന്ന് വെച്ചാല്? ഓ, നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്. മനസ്സിലായോ? നീ പാര ചോറ കട്ടുന്ന? ചോറല്ല, കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോട്ടിക്കും. പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരെ ആയി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക് അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് വിട്ടിരിക്കട്ടെ, നോക്ക് പിന്നെ എടുക്കാൻ. मैं तो चला। हेल्प कर। प्लीज हेल्प मी। यहीं रुकिए, हम इमरजेंसी को इन्फॉर्म करते हैं। हेलो। എനിക്ക് അറിഞ്ഞോണ്ടി വരാം ശരിക്കും. ആക്ച്വലി I have no picture of the banner. Accident has come. എനിക്കെന്തോ പോകണം. सब ठीक हो जाएगा. आप उनके पति है ना? यहाँ पे साइन कीजिए. यहाँ भी. We'll take care of it. She'll be fine. You should not worry. आप वेट कीजिए. आप listen. कोई इंतजार करे कि उनका ब्लड ग्रुप क्या है? Relax. Don't worry. We'll take care of it. ये है जनरल वार्ड. अरे आप अंदर नहीं जा सकते भाई साहब, ये ऑपरेशन थिएटर है. अरे मैं आपकी तकलीफ अच्छी तरह समझता हूँ. सर्जन अभी आते ही होंगे. उनका मेजर ऑपरेशन करना पड़ेगा. उसके लिए 2-3 घंटे लगेंगे. आप बैठिए. He is very upset. Don't allow him to go out. Okay? Yes, doctor. Actually, Yes, my friend coming auto rickshaw. ये आपका बैग है ना? No. इसे अपने पास ही रखिए. No. എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ആ, അല്പം സീരിയസാ.
വേണ്ട വേണ്ട, വർമ്മ സാറിനോട് ഇപ്പൊ പറയണ്ട. ഇവിടെ വരട്ടെ, എന്നിട്ടാവാം. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടില്ല. ആ, വെളുപ്പിനുള്ള ഫ്ലൈറ്റിനല്ലേ എല്ലാവരും വരില്ലേ? അതാ നല്ലത്. ആ, ഓക്കെ. ചന്ദ്രികയുടെ അടുത്തിരിക്കുകയായിരുന്നു ഞാൻ, ബോധം തെളിയുന്നവരെ. ആ സാർ, ഞാൻ ആക്ച്വലി സാർ ഞാൻ ചന്ദ്രികയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. സാർ, ഞാൻ എല്ലാം തുറന്ന് പറയുന്നു. ഒന്നും പറയണ്ട, കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. വർമ്മ സാർ ആകെ തകർന്നിരിക്കുക. ഒന്നും പറഞ്ഞവരെ ഞാൻ അവരുടെ അടുത്ത് എന്ത് ചെയ്തു? ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. കുഴപ്പമില്ല, എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു. ആൽഫി ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ക്ഷമിക്കണം, ഞാൻ ഓക്സിജൻ തന്നെ. ഇരവി ഇരവി കുട്ടിപ്പിള്ള ഡ്രൈവറാ? ഞാൻ അവരുടെ ഡ്രൈവറാ. ഞാൻ അക്കൗണ്ടന്റാ, ശങ്കരക്കുറുപ്പ്. എനിക്ക് ഹെൽമെറ്റ്. ആൽഫി വിളിക്കണു. ആൽഫിക്ക് ചന്ദ്രിയെ കാണാം, ഇപ്പൊ കാണാം. എനിക്ക് വെയിറ്റ് എ മിനിറ്റ്. ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം 14-ാം തീയതി പറഞ്ഞേ. ഇന്ന് തീയതി 18 ആയില്ലേ? അപ്പൊ കഴിഞ്ഞു കാണും. എന്നാ കഴിഞ്ഞു. ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത്. ആ, ഇനിയിപ്പൊന്നും ചിന്തിക്കാനില്ല. ചന്ദ്രകുഞ്ഞിന്റെ കാര്യം അല്ല ചേട്ടാ, ഒന്നും ചന്ദ്രകുഞ്ഞ് പറയാറായിട്ടില്ല. കൈയും കാലും ഒക്കെ തളർന്നിരിക്കുക. എന്റെ ഭഗവതി, കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. കോട്ടപ്പുറത്ത് കോവിലകത്ത് സുഖമായിട്ട് കഴിഞ്ഞ ആ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി, അതിനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞേച്ചത്? സാറേ, വർമ്മ സാറിന് ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണം എന്നായിരുന്നു. ഇവിടെയല്ലേ എൻ്റെ ഓഫീസ്. ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാൻ. അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. മാനേജിങ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് ഈ നസ്രാണി ചെക്കനെ അങ്ങ് പ്രേമിച്ചു. കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മ സാറും കുടുംബവും നാക്കശികാന്ത് എതിർത്തു. ചന്ദ്രക്കുഞ്ഞ് അവനെ കിട്ടിയാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് വരെ മുതലാളി പറഞ്ഞു. പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയായിരുന്നല്ലോ? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും. അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത്. ഇങ്ങനെ കിടക്കുന്നു എന്ന് കേട്ടാൽ എങ്ങനെയാ ഉള്ളു പിടയ്ക്കാണ്ടിരിക്കുക? വർമ്മ സാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല. ഷോക്കും കുറ്റബോധവും ഒക്കെ കൂടെ ആയപ്പോ വീണുപോയതാ. പ്രഷർ വളരെ കൂടുതലാ. 1-2 ദിവസം കൊണ്ട് നോർമലാകും. അതുവരെ വളരെ സൂക്ഷിക്കണം. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ നിങ്ങൾ വേണം നോക്കാൻ.